ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 12 ആയ പ്രിസംസ് അഥവാ സ്തംഭങ്ങൾ എന്ന ചാപ്റ്ററാണ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ ചതുരക്കട്ടകളെ പറ്റി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചതുരക്കട്ടയാണ്. ഈ ചതുരക്കട്ടയുടെ പാദം, അതായത് ഏത് വശമാണോ നമ്മൾ നിലത്തുറപ്പിച്ച് വെക്കുന്നത് അതിനെയാണല്ലോ പാദം എന്ന് പറയുന്നത്. അതേ ഷേപ്പ് തന്നെയാണ് ഈ മുകളിലും ഉള്ളത്. അതേപോലെ മറ്റൊരു സംഗതി എന്താന്ന് വെച്ചാൽ ഈ ചതുരക്കട്ടയുടെ ഓരോ വശവും ഒരേ വലിപ്പത്തിലാണ് മുകളിലേക്ക് പൊങ്ങിയിരിക്കുന്നത്. അങ്ങനെയുള്ള പല സ്തംഭങ്ങളുണ്ട്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സ്തംഭങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സ്തംഭമാണ്. ഈ സ്തംഭത്തിന്റെ പാദം എന്ന് പറയുന്ന ഈ ഒരു വശമാണ്. ഇവിടെയാണ് നമ്മൾ ഇങ്ങനെ ഉറപ്പിച്ച് നിർത്തുന്നത്, അതാണ് പാദം. അതേ ഷേപ്പിൽ തന്നെയാണ് മുകളും ഇരിക്കുന്നത്. അത് എത്ര വശങ്ങളുണ്ട്? 1, 2, 3, 4, 5 5 വശങ്ങളുണ്ട്. ഓരോ വശത്തുനിന്നും ഒരേ വലിപ്പത്തിലാണ് മുകളിലേക്ക് വന്നിരിക്കുന്നത്. ഓരോ വശവും ചതുരങ്ങളുമാണ്. അപ്പൊ ഈ ചതുരക്കട്ട എടുത്ത് നോക്കിയാലും ഇതിങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇതിന്റെ ഓരോ വശവും ചതുരങ്ങളാണ്. ഇനി വേറെ സ്തംഭം നമുക്ക് എടുത്ത് നോക്കാം. ഈ ഒരു സ്തംഭം നോക്കിയാൽ ഇവിടെ ത്രികോണാകൃതിയാണ്, ട്രയാങ്കിൾ ആണ്. ഈ വശവും ത്രികോണം തന്നെയാണ്, അതായത് ഷേപ്പ് തന്നെയാണ്, ഒരേ ഷേപ്പ് തന്നെയാണ്. ഇനി ഓരോ പാദത്തിൽ നിന്നും മുകളിലേക്ക് ഒരേ വലിപ്പത്തിലാണ് വന്നിരിക്കുന്നത്. ഓരോന്നും ചതുരം തന്നെയാണ്, റെക്റ്റാങ്കിൾ തന്നെയാണ്. ഇനി ഇതിന് പേര് കൊടുക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് പാദം. ഈ നമ്മൾ നിലത്തുറപ്പിച്ച് നിർത്തുന്ന വശത്തിനാണ് പാദം എന്ന് പറയുന്നത്. ഏത് സ്തംഭമായാലും ഏത് പ്രിസമായാലും നിലത്ത് നമ്മൾ എങ്ങനെയാണോ ഉറപ്പിക്കുന്നത്, നമ്മൾ ഉറപ്പിച്ചു വെക്കുന്ന ആ ഒരു വശം ഉണ്ടല്ലോ, അതിനെയാണ് നമുക്ക് പാദം എന്ന് പറയുന്നത്. പാദത്തിന്റെ ഷേപ്പ് അനുസരിച്ചിട്ടാണ് ഓരോ സ്തംഭത്തിനും പേര് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ആ പാദത്തിനെ ബേസ് എന്ന് വിളിക്കാം. ഇനി ഇവിടെ പാദം എന്ന് പറയുന്നത് 5 സൈഡുള്ള ഒരു പോളിഗൺ ആണ്. 5 സൈഡ് എന്ന് പറയുമ്പോൾ അത് പെന്റഗൺ ആണ്. ഇവിടെ നോക്കിക്കേ, ഇതിന് 3 സൈഡാണ് ഉള്ളത്. 3 സൈഡ് ആയതുകൊണ്ട് അത് ട്രയാങ്കിൾ ആണ്, ട്രയാങ്കുലർ പ്രിസം ആണ്. ഇനി ഇതെല്ലാം 3 ഡയമെൻഷണൽ ഷേപ്സ് ആണ്, അഥവാ ത്രിമാന രൂപങ്ങളാണ്. ഇനി ഓരോ പ്രിസത്തിനും എത്ര വശങ്ങളുണ്ട് എന്ന് നമുക്ക് നോക്കാം. എത്ര ഫേസസ് ഉണ്ട്, അതായത് ഇവിടെ നമുക്ക് ഇതേ ഫേസ് എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിൾ ആണ്, അതേ ഷേപ്പ് തന്നെയാണ് ഇത്. അപ്പോൾ 2 എണ്ണമായി. ഇനി ചുറ്റും 4 എണ്ണം ഉണ്ട്. അപ്പൊ ടോട്ടല് 6 ഫേസസ് ഉണ്ട്. ഫേസസ് അഥവാ മുഖങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചതുരസ്തംഭത്തിന് 6 മുഖങ്ങളുണ്ട്. ഇനി ഈ ചുറ്റുമുള്ളതോ 1, 2, 3, 4 പാർശ്വമുഖങ്ങൾ അഥവാ ലാറ്ററൽ ഫേസസ് എന്ന് പറയാം. പാർശ്വമുഖങ്ങൾ. ഇനി ഓരോ സ്തംഭത്തിന്റെയും വക്കുകൾ ഏതാന്ന് നോക്കാം. നമുക്കിപ്പോൾ പാദം എടുത്തു കഴിഞ്ഞാൽ തന്നെയും പാദം ഒരു ചതുരമാണ്, ബേസ് ഒരു റെക്റ്റാങ്കിൾ ആണ്. അതിന് 4 എഡ്ജസ് ഉണ്ട്. ഇത് ഒരു എഡ്ജ്, ഇത് 2ാമത്തെ എഡ്ജ്, ഇത് 3ാമത്തെ എഡ്ജ്, 4ാമത്തെ എഡ്ജ്. അതേ 4 എഡ്ജ് തന്നെ ഇവിടെയും ഉണ്ടല്ലോ. അപ്പോൾ 4 4 8ആയി. പിന്നെ ഈ മുകളിൽ താഴോട്ട് ഉള്ള ഒരു എഡ്ജ്, 2ാമത്തെ എഡ്ജ്, 3ാമത്തെ എഡ്ജ്, 4ാമത്തെ എഡ്ജ്. അപ്പോൾ എത്ര എഡ്ജസ് ഉണ്ട്? 4 4 8 9 10 11 12. അപ്പോൾ ഈ ഒരു പ്രിസത്തിന് 12 എഡ്ജസ് ഉണ്ട്. എഡ്ജസ് അഥവാ വക്കുകൾ. ഇനി ഏത് പ്രിസമായാലും അതിന്റെ ബേസിന്റെ ഷേപ്പ് അനുസരിച്ചിട്ടാണ് പേര് കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ബേസ് എന്ന് പറയുന്ന റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് ഇതിനെ റെക്റ്റാങ്കുലർ പ്രിസം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ചതുരസ്തംഭം എന്ന് വിളിക്കാം. ഇതിന്റെ ബേസിന്റെ ഷേപ്പ് ട്രയാങ്കിൾ ആണ്, അല്ല ത്രികോണമാണ്. അതുകൊണ്ട് ഇതിനെ ട്രയാങ്കുലർ പ്രിസം അഥവാ ത്രികോണ സ്തംഭം എന്ന് വിളിക്കാം. ഇനി ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് 5 സൈഡഡ് പോളിഗൺ ആണ്, പെന്റഗൺ ആണ്. അപ്പോൾ പെന്റഗണൽ പ്രിസം എന്ന് വിളിക്കാം. ഇനി നമുക്ക് ഈ 3 എണ്ണത്തിനും എത്ര പാദമുണ്ട്, എത്ര മുഖങ്ങളുണ്ട്, എത്ര പാർശ്വമുഖങ്ങളുണ്ട്, എത്ര എഡ്ജസ് ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യം ഒരു റെക്റ്റാങ്കുലർ പ്രിസം എടുക്കാം. ആ റെക്റ്റാങ്കുലർ പ്രിസത്തിന്റെ ബേസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ നേരെ തിരിച്ചും വെക്കാം. അപ്പൊ ഏത് പ്രിസമായാലും ബേസിന്റെ എണ്ണം 2 ആണ്. ഇനി ഫേസസ് എത്രയുണ്ട്? അപ്പോൾ 1 2 പിന്നെ വശങ്ങളിൽ 4.
ടോട്ടൽ 6 ഫേസസ് ആണ് ഒരു റെക്റ്റാങ്കുലർ പ്രിസത്തിനുള്ളത്. ബേസ് 2. ഇനി ഒരു ട്രയാങ്കുലർ പ്രിസം എടുക്കാം. ട്രയാങ്കുലർ പ്രിസത്തിന് ബേസ് 2 ആണുള്ളത്. പിന്നെ ഫേസസ് എത്രയാണ്? ആ 2ന്റെ കൂടെ ഈ വശങ്ങളിലുള്ള 3 എണ്ണം വശങ്ങളിൽ വരുന്നുണ്ട്. 3 2 5 എണ്ണം ഉണ്ട്. ഇനി ഇതിന് റെക്റ്റാങ്കുലർ പ്രിസത്തിന് എത്ര ലാറ്ററൽ ഫേസസ് ഉണ്ട്? ലാറ്ററൽ ഫേസസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വശങ്ങളിലുള്ളതാണ്. 4 എണ്ണമാണ് ഉള്ളത്. ഈ എഡ്ജസ് എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം താഴെ, 4 എണ്ണം മുകളിൽ, 8, പിന്നെ 4 എണ്ണം വശങ്ങളിൽ. അങ്ങനെ 12 എഡ്ജസ് അഥവാ വക്കുകളാണ് ഉള്ളത്. ഇനി ലാറ്ററൽ ഫേസസ്, ഒരു ട്രയാങ്കുലർ പ്രിസത്തിന് എത്ര ലാറ്ററൽ ഫേസസ് ഉണ്ടെന്ന് നോക്കാം. മുകളിലും താഴെയും 2, അത് ബേസുകളാണ്. വശങ്ങളിലുള്ളതാണ് ലാറ്ററൽ ഫേസസ്. അപ്പം 3 വശങ്ങളാണ് ലാറ്ററൽ സൈഡുകളിലുള്ളത്. അപ്പം 3 ലാറ്ററൽ ഫേസസ് ആണുള്ളത്. പിന്നെ എഡ്ജസ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. ബേസിന് 3 എഡ്ജ്, ഇതിന് 3, 3 3 6, പിന്നെ വശങ്ങളിൽ 3, അങ്ങനെ 9 എഡ്ജസ് ആണ് ഉള്ളത്. ഇനി നമുക്ക് ഈ ഒരു പ്രിസം എടുക്കാം. ഇതിന് ബേസ് 2 എണ്ണം തന്നെയാണ്. ഏത് പ്രിസമായാലും ബേസ് 2 എണ്ണം, തിരിച്ചിങ്ങനെയും വെക്കാം. ഇനി ഫേസസ് എത്ര എണ്ണം ഉണ്ട്? മുകളിലും താഴെയും 2, പിന്നെ വശങ്ങളിൽ ആകെ 5 എണ്ണം ഉണ്ട്. 5 2 7 ഫേസസ് ആണുള്ളത്. ലാറ്ററൽ ഫേസസ് ഇങ്ങനെ വശങ്ങളിലുള്ളതാണ്, അത് 5 എണ്ണം. ഇനി എഡ്ജസ് മുകളിലും താഴെയും 5 എണ്ണം വീതമുണ്ട്. അപ്പോൾ 10 എണ്ണമായി. പിന്നെ വശങ്ങളിലും 5 എണ്ണം, അങ്ങനെ 15 എഡ്ജസ് ആണ്, അല്ലെ വക്കുകളാണ് ഉള്ളത്. ഇനി നമ്മൾ ചെറിയ ക്ലാസ്സിൽ വ്യാപ്തം അഥവാ വോളിയം കാണുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചായിരുന്നു. ഇപ്പം ഇവിടെ ഞാൻ ഒരു റെക്റ്റാങ്കുലർ പ്രിസം തന്നിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്, പാദത്തിൻ്റെ നീളം 5 സെൻറ്റിമീറ്ററും വീതി 3 സെൻറ്റിമീറ്ററും അതിൻ്റെ ഉയരം 2 സെൻറ്റിമീറ്ററും ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കുലർ പ്രിസം അഥവാ ചതുരസ്തംഭമാണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്കറിയാം വ്യാപ്തം കാണുന്നതെന്ന് പറഞ്ഞാൽ അത് ഇരിക്കാൻ എന്തുമാത്രം സ്ഥലം വേണം, അല്ലെങ്കിൽ ഒരു ബക്കറ്റ് നിറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അതിലേക്ക് ഇതിനെ ഇട്ട് കഴിയുമ്പോൾ എന്തുമാത്രം വെള്ളം പുറത്തേക്ക് ചാടും. ഇതുപോലുള്ള ചോദ്യങ്ങൾക്കാണ് നമ്മൾ വ്യാപ്തം കണ്ടുപിടിക്കുന്നത് അഥവാ വോളിയം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇതിനെ മുറിച്ച് ഇതെല്ലാം സെൻറ്റിമീറ്ററിലാണല്ലോ കിടക്കുന്നത്, ഓരോ വശവും സെൻറ്റിമീറ്ററിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ 1 സെൻറ്റിമീറ്റർ ക്യൂബായിട്ടുള്ള പല പല കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അതിൻ്റെ ടോട്ടലാണ് ഇതിൻ്റെ വ്യാപ്തം. അപ്പം നമുക്ക് അങ്ങനെ ഒന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ ഇതിന് ഞാൻ ഓരോ സെൻറ്റിമീറ്റർ നീളവും വീതിയും ഉയരവുമുള്ള പല ക്യൂബുകളാക്കി മാറ്റി. ഇത് എത്ര ക്യൂബ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓരോന്നും എണ്ണി നോക്കാം. നമുക്ക് ആദ്യം ഫ്രണ്ടിലിരിക്കുന്ന റോയെ ഓരോന്നോരോന്നായിട്ട് മാറ്റി നോക്കാം. അപ്പം 4 എണ്ണമായി. 5 6 7 8 9 10. അപ്പോൾ ആ ഫ്രണ്ടിലുള്ള ഒരു റോ ഫുൾ അങ്ങ് എടുത്തപ്പോൾ നമുക്ക് 10 എണ്ണം കിട്ടി. അതുപോലെ രണ്ടാമത്തെ റോയിലും 10 എണ്ണം ഉണ്ടല്ലോ, മൂന്നാമത്തെ റോയിലും 10 എണ്ണം ഉണ്ടല്ലോ. അങ്ങനെ ടോട്ടൽ 30 1 സെൻറ്റിമീറ്റർ ക്യൂബ്, 1 സെൻറ്റിമീറ്റർ വശങ്ങളായിട്ടുള്ള 30 ക്യൂബുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വ്യാപ്തം അഥവാ വോളിയത്തിന് 30 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് എഴുതാമല്ലോ. ഇനി നമുക്ക് കണ്ടത് ഈ ഒരു നമ്മുടെ പ്രിസം, ഈ ഒരു റെക്റ്റാങ്കുലർ പ്രിസം അഥവാ ചതുരസ്തംഭത്തിൻ്റെ പാദപരപ്പളവ് അഥവാ ബേസ് ഏരിയ ഒന്ന് കണ്ടു നോക്കാം. ബേസിൻ്റെ ഷേപ്പ് റെക്റ്റാങ്കിൾ ആണല്ലോ, ചതുരമാണല്ലോ. അപ്പോൾ അതിൻ്റെ പരപ്പളവ് കാണാൻ നീളം ഗുണം വീതിയാണല്ലോ. നീളം 5 സെൻറ്റിമീറ്റർ, വീതി 3 ആണ്. അപ്പോൾ 15 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി ഈ പാദപരപ്പളവിനെ ഉയരം അഥവാ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ചെയ്യുമ്പോൾ 15നെ 2 കൊണ്ട് ഗുണിക്കുക, 2 ആണല്ലോ ഉയരം. അപ്പോൾ 30 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അത് തന്നെയല്ലേ നമ്മുടെ വ്യാപ്തം. അപ്പം വോളിയം ഈക്വൽ ടു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഇത് ഒരു റെക്റ്റാങ്കുലർ പ്രിസത്തിന് മാത്രമല്ല, ഏത് പ്രിസമായിക്കോട്ടെ നമുക്ക് വ്യാപ്തം കാണാനായിട്ട് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്നുള്ള ഫോർമുല ഓർത്താൽ മതി. അപ്പോൾ നമുക്ക് ഏത് പ്രിസം തന്നാലും അതിൻ്റെ ബേസിൻ്റെ ഷേപ്പ് അനുസരിച്ച് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൻ്റെ ഉയരത്തെ ഹൈറ്റിനെ കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്ക് പ്രോബ്ലംസ് അടുത്ത വീഡിയോയിൽ ചെയ്യാം.